നമ്മൾ കാത്തിരിക്കുന്ന സിനിമ പുരസ്കാര പ്രഖ്യാപനം. അൻപത്തിനാലാമത് കേരള സ്റ്റേറ്റ് അവാർഡ്സ് ഫോർ മലയാളം ഫിലിംസ് അതിവിടെ ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ഇതിൻ്റെ ജൂറി അംഗങ്ങളായി പ്രവർത്തിച്ചവരെ ആദ്യം ഒന്ന് പറഞ്ഞു പോകുന്നത് നല്ലതായിരിക്കും. ചലച്ചിത്ര വിഭാഗം അന്തിമ വിധി നിർണയ സമിതി ചെയർമാൻ ശ്രീ സുധീർ മിശ്ര, അംഗങ്ങൾ ശ്രീ പ്രിയനന്ദനൻ, ശ്രീ അളകപ്പൻ എൻ, ശ്രീ ലിജോ ജോസ് പെല്ലിശ്ശേരി, ശ്രീ എൻ എസ് മാധവൻ, ശ്രീമതി ആൻ അഗസ്റ്റിൻ, ശ്രീ ശ്രീവത്സൻ ജെ മേനോൻ, ശ്രീ സി അജോയ്, മെമ്പർ സെക്രട്ടറി. പ്രാഥമിക വിധി നിർണയ സമിതി ഒന്നാം സബ് കമ്മിറ്റി ശ്രീ പ്രിയനന്ദനൻ ചെയർമാൻ, ശ്രീ പ്രതാപ് പി നായർ അംഗം, ശ്രീ വിനോയ് തോമസ് അംഗം, ഡോക്ടർ മാളവിക ബിന്നി അംഗം, ശ്രീ അജോയ് മെമ്പർ സെക്രട്ടറി. പ്രാഥമിക വിധി നിർണയ സമിതി രണ്ടാം സബ് കമ്മിറ്റി ശ്രീ അളകപ്പൻ ചെയർമാൻ, ശ്രീ വിജയ് ശങ്കർ, ശ്രീ ഷിഹാബുദ്ദീൻ പൊയ്ത്തും കടവ്, ശ്രീ സി ആർ ചന്ദ്രൻ, ശ്രീ സി അജോയ്. രചനാ വിഭാഗം ഡോക്ടർ ജാനകി ശ്രീധരൻ ചെയർപേഴ്സൺ, അംഗങ്ങൾ ഡോക്ടർ ജോസ് കെ മാനുവൽ, ഡോക്ടർ ഒ കെ സന്തോഷ്, ശ്രീ സി അജോയ്. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ചലച്ചിത്ര വിഭാഗം ജൂറി റിപ്പോർട്ട് 2023 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിന്റെ പരിഗണനയ്ക്കായി സമർപ്പിക്കപ്പെട്ടത് 160 ചിത്രങ്ങളാണ്. ചലച്ചിത്ര അവാർഡിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന സംഖ്യയാണിത്. ഇതിൽ നിന്നും പ്രാഥമിക ജൂറി 2 സബ് കമ്മിറ്റികളായി തിരിച്ച് 80 വീതം സിനിമകൾ കാണുകയും 35 സിനിമകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയും ചെയ്തു. കുട്ടികളുടെ ചിത്രങ്ങളുടെ വിഭാഗത്തിൽ 4 ചിത്രങ്ങളാണ് സമർപ്പിക്കപ്പെട്ടിരുന്നത്. ഇവയിൽ ഒരു ചിത്രം കുട്ടികളുടെ വിദ്യാഭ്യാസ പരിപാടി ആയതിനാൽ ഫീച്ചർ ഫിലിമായി പരിഗണിക്കാൻ കഴിയില്ലെന്ന് ജൂറി വിലയിരുത്തി. മറ്റ് 3 ചിത്രങ്ങളും അവാർഡിന് പരിഗണിക്കാൻ തക്ക നിലവാരമുള്ളവയായിരുന്നില്ല. പ്രാഥമിക ജൂറി തിരഞ്ഞെടുക്കാത്ത 3 ചിത്രങ്ങൾ അന്തിമ ജൂറി തിരിച്ചു വിളിച്ച് കാണുകയുണ്ടായി. അങ്ങനെ ആകെ 38 സിനിമകളാണ് അന്തിമ ജൂറി അവാർഡ് നിർണയത്തിനായി സസൂക്ഷ്മം വിലയിരുത്തിയത്. അന്തിമ പട്ടികയിലെ 38 ചിത്രങ്ങളിൽ 22 ചിത്രങ്ങളും നവാഗത സംവിധായകരുടേതായിരുന്നു എന്നത് മലയാള സിനിമയുടെ ഭാവിയെ സംബന്ധിച്ച് ആശാവഹമായ കാര്യമാണ്. ജൂറി നിർദ്ദേശങ്ങൾ: 1. പ്രാഥമിക ജൂറിയുടെ സബ് കമ്മിറ്റിയിൽ നിലവിൽ 4 അംഗങ്ങളാണുള്ളത്. അത് 3 അല്ലെങ്കിൽ 5 എന്ന നിലയിൽ പുനഃക്രമീകരിക്കേണ്ടതാണ്. 2. പുരസ്കാരങ്ങൾ ലഭിച്ച മലയാള ചിത്രങ്ങൾ കേരളത്തിന് പുറത്ത് പ്രദർശിപ്പിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കണം. 3. വൻകിട മൂലധന സഹായമില്ലാതെ സിനിമ എന്ന മാധ്യമത്തോട് പ്രതിബദ്ധത പുലർത്തുന്ന ഇൻഡി സിനിമകൾക്ക് പ്രത്യേക പ്രോത്സാഹനം നൽകണം. 4. മികച്ച തിരക്കഥകൾ ഒരുക്കുന്നതിനായി സ്ക്രിപ്റ്റ് ലാബ്, മെന്റിംഗ് എന്നിവ ചലച്ചിത്ര അക്കാദമിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കണം.